കർത്താവിന് സ്തോത്രം. മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനുള്ള അവൻ്റെ സന്ദേശമായി പ്രിയമുള്ളവരെ നിങ്ങളിത് സ്വീകരിച്ചാലും 35-ാമത്തെ വാക്യം മുതലാണ് വായിക്കുന്നത്. എബ്രായർ 10:35 മുതൽ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണുത നിങ്ങൾക്കാവശ്യം. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. 34-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗം കൂടെ ഒന്ന് ചേർത്ത് വായിക്കണം. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. ഇത് പറഞ്ഞിട്ടാണ് ലേഖനകർത്താവ് പറയുന്നത്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ഈ വിശ്വാസം നിങ്ങൾ എന്ത് ചെയ്യരുത്, തള്ളിക്കളയരുത്. സമ്പത്തിൻ്റെ അപഹരണം സഹിച്ചു. ഈ ദിവസങ്ങളിൽ പലപ്പോഴും പരിശുദ്ധാത്മാവ് ഈ വാക്യം എന്നെ കാണിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നന്മകൾ, നമ്മുടെ ബ്ലെസ്സിങ്സ്, നമ്മുടെ ഭൗതിക അനുഗ്രഹങ്ങൾ ഒക്കെ മറ്റുള്ളവർ നഷ്ടപ്പെടുത്തുമ്പോൾ, അനീതി നിമിത്തം നമുക്കുള്ളത് നഷ്ടപ്പെടുമ്പോൾ ഈ വാക്യം ഓർക്കണം. സമ്പത്തിൻ്റെ അപഹരണം, നമുക്കുള്ള കഷ്ടനഷ്ടങ്ങൾ, അവരോട് വഴക്ക് പിടിച്ച് അവരുടെ കോളറിന് പിടിച്ച് വഴക്കുണ്ടാക്കി ചീത്ത വിളിച്ച് അത് തിരിച്ചു പിടിക്കാൻ പോകാതെ ദൈവനാമത്തിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്ന് യേശു പഠിപ്പിച്ച പ്രാർത്ഥന പോലെ നാം ക്ഷമിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഈ വചനം പറയുന്നു, അങ്ങനെ ചില നഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറാകുമ്പോൾ ഈ വചനം പറയുന്നു, മഹാപ്രതിഫലമുള്ള ഒരു വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്. അങ്ങനെ അനേക കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് നിങ്ങൾ ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുകയാണ്. നിങ്ങൾക്കൊത്തിരി നഷ്ടങ്ങൾ വന്നു, ഇതിനൊക്കെ പ്രതിഫലമുണ്ട്. പക്ഷേ ഒരു കാര്യം, ഈ വിശ്വാസത്തെ നിങ്ങൾ തള്ളിക്കളയരുത്. കുറേ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. ഈ വിശ്വാസത്തെ തള്ളിക്കളയരുത്. പ്രതിഫലം പ്രാപിപ്പാൻ അങ്ങേക്കരയിൽ എത്തുക തന്നെ ചെയ്യണം. അതുകൊണ്ട് അടുത്ത വാക്യങ്ങളിൽ പറയുകയാണ്, നിങ്ങൾ ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ വലിയ സഹിഷ്ണുതയുള്ളവരായിരിക്കണം. സഹിഷ്ണുതയുണ്ടെങ്കിൽ മാത്രമേ നിത്യതയിലേക്ക് നാം എത്തുകയുള്ളൂ. ഇടയ്ക്ക് വെച്ച് ക്ഷമ നശിച്ചു പോയാൽ, ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ നടുവിൽ തളർന്നു പോയാൽ, വാഗ്ദത്തം പ്രാപിപ്പാൻ ദൈവേഷ്ടം ചെയ്ത് അവൻ ചെയ്ത ഏറ്റവും വലിയ വാഗ്ദത്തം, അത് ഭൂമിയിൽ കിട്ടുന്ന ഒന്നുമല്ല കേട്ടോ, അത് നിത്യതയെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം പ്രാപിപ്പാൻ നമുക്ക് കഴിയുള്ളൂ. അടുത്ത വാക്യം, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. സഭയോട് പ്രത്യാശ നിർഭരമാകുന്ന വാക്കുകൾ പറയുകയാണ്. കഷ്ടവും നഷ്ടവും ഒക്കെ സഹിച്ച് സഹിഷ്ണുതയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുന്നു. വിഷമിക്കേണ്ട, അല്പസമയത്തിനുള്ളിൽ കർത്താവിൻ്റെ മടങ്ങിവരവ് ഉണ്ടാകും, താമസിക്കുകയില്ല. നിങ്ങൾ നീതിമാനാണെങ്കിൽ വിശ്വാസത്താൽ ജീവിക്കണം. വിശ്വാസത്താൽ പ്രതികൂലങ്ങളെ നേരിടണം, അതിജീവിക്കണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി തന്നെത്താൻ ബന്ധപ്പെടുത്തി ഒരുങ്ങി നാം ആയിരിക്കണം. നാശത്തിലേക്ക് പിന്മാറുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. അല്പകാലം കഴിഞ്ഞിട്ട് നമ്മുടെ പിതാക്കന്മാരെക്കാൾ അധികമായിട്ട് നാം കർത്താവിൻ്റെ മടങ്ങി വരവിനോട് അടുത്തിരിക്കുന്നു എന്നുള്ളൊരു വലിയ ബോധ്യത്തോടുകൂടെ ഈ നാളുകളിൽ ജീവിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വാഗ്ദത്തവും പ്രത്യാശയുമെന്ന് പറയുന്നത്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹാവ് എ വണ്ടർഫുൾ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.